welcome to my channel. So today we are at the fourth part of the lesson, hydrogen. So we have discussed about what is dihydrogen, its physical properties, chemical properties, then hydrides, and today we are moving with a very simple topic, that is water. എന്താണ് നമുക്കൊന്നും പറയാനില്ല, ഈ വാട്ടറിൻ്റെ തന്നെ പല രീതിയിൽ ഈ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ടറിനെ പറ്റി ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ, ഏത് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പക്ഷേ ആവശ്യമില്ല. എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കൂ. അബൌട്ട് 65% ഓഫ് അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ. ചില പ്ലാന്റ്സിൽ അബൌട്ട് 95% ഓഫ് വാട്ടർ, 95% വാട്ടർ ആയിട്ടുള്ള പ്ലാന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ എന്ന് നമുക്കറിയാം യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് അല്ലേ. അത് നമ്മുടെ കുറേ നമുക്ക് അതില്ലാതെ ലൈഫില്ല. അതുകൊണ്ട് തന്നെ ആ വാട്ടറിന് ബയോസ്ഫിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്നും പഠിക്കുന്ന പോലെ കുറച്ച് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ? കളർലെസ്, ടേസ്റ്റ്ലെസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല ഇത് കാര്യം അല്ലേ. ഇറ്റ് ഇസ് കളർലെസ് ആൻഡ് ഇറ്റ് ഇസ് ടേസ്റ്റ്ലെസ്. കമ്പയർ ടു അതർ ലിക്വിഡ്, ബാക്കിയുള്ള ലിക്വിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ ഈസ് ഹാവിങ് ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, പിന്നെ അവർക്ക് എന്താ പറയുന്നത് ഹൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് കപ്പാസിറ്റി, ഇങ്ങനെയുള്ള, പിന്നെ ഹൈ ഡൈപോൾ മൊമെൻറ്റമാണ്, സർഫസ് ടെൻഷൻ ഹൈ ആണ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കമ്പയർ ടു അതർ ലിക്വിഡ്സ് വാട്ടർ ഒരു സ്പെഷ്യലാക്കി മാറ്റുകയാണ്. കാരണം ഇതിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് സ്ട്രക്ചർ ഓഫ് വാട്ടറാണ്. സ്ട്രക്ചർ ഓഫ് വാട്ടർ ഞാൻ ശരിക്കും പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇൻ കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നോക്കൂ എന്താണ് വാട്ടറിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ ഈ സ്ട്രക്ചർ ഓഫ് വാട്ടർ മോളിക്യൂൾ വി ഹാവ് ടേക്കൺ ഇൻ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ലെസൺ. പക്ഷേ നമ്മളൊന്ന് റീകോൾ ചെയ്ത് നോക്കാം. നമുക്കറിയാം ഇൻ വാട്ടർ മോളിക്യൂൾ, അതായത് വാട്ടർ മോളിക്യൂൾ ഓക്സിജൻ ഏത് സ്റ്റേറ്റിലാണ്? sp3 ഹൈബ്രിഡൈസേഷൻ അല്ലേ. sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടാവും? 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്. അതിൽ 2 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്ത് ചെയ്യും? ഓവർലാപ്പ് വിത്ത് ദി ഹാഫ് ഫിൽഡ് 1s ഓർബിറ്റൽ ഓഫ് ദി ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ എന്ത് ഫോം ചെയ്യും? 2 സിഗ്മ ബോണ്ട് വിൽ ബി ഫോം. അപ്പോൾ ബാക്കി 2 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. ഇനി എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ വിചാരിക്കും ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ട് ഇതിന് ടെട്രാഹീഡ്രൽ വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് 109.5 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. പക്ഷേ എക്സ്പെരിമെൻ്റലി ആണോ അത്? എക്സ്പെരിമെൻ്റലി എത്രയാണ് ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്? നമുക്കറിയാം ഇറ്റ് ഈസ് 104.5 ഡിഗ്രി. ഇതൊക്കെ ഞാൻ കെമിക്കൽ ബോണ്ടിങ്ങിൽ എടുത്തത് കൊണ്ടാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇൻ വാട്ടർ മോളിക്യൂൾ ഓക്സിജൻ ഇസ് സറൗണ്ടഡ് ബൈ 2 ഷെയർഡ് പെയർ ആൻഡ് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. നമ്മുടെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി പ്രകാരം വി നോ ദാറ്റ് ലോൺ പെയർ റിപ്പൽഷൻ ആർ സ്ട്രോങ്ങർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. ആസ് എ റിസൾട്ട് ബോണ്ട് ആംഗിൾ ഇൻ വാട്ടർ is slightly smaller than the regular tetrahedral angle of 109.5 degree. So the actual bond angle in water, that is 104.5 degree, and the OH bond has a bond length of 95.7 picometer. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വാട്ടർ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ. ഇൻ ഗേഷ്യസ് സ്റ്റേറ്റിൽ വാട്ടർ എക്സിസ്റ്റ് ആസ് എ ഡിസ്ക്രീറ്റ് മോളിക്യൂളാണ്. ഗേഷ്യസ് സ്റ്റേറ്റിൽ അതിൻ്റെ ഷേപ്പ് എന്താ? ഇറ്റ്സ് എ ബെൻഡ് മോളിക്യൂൾ. ഗേഷ്യസ് സ്റ്റേറ്റിൽ വാട്ടർ ഇസ് ഹാവിങ് എ ബെൻഡ് ഷേപ്പ് ആൻഡ് വിച്ച് എ ബോണ്ട് ആംഗിൾ ഓഫ് 104.5 ഡിഗ്രി ആൻഡ് ദ ബോണ്ട് ലെങ്ത് ഇസ് 95.7 പൈക്കോമീറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാട്ടറിൻ്റെ സ്ട്രക്ചർ. ശരിക്കും നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ഇത്രയൊന്നും കാണത്തില്ല, പക്ഷേ ഞാൻ എന്തിനാ ഇതൊന്ന് റീകോൾ ചെയ്യിപ്പിച്ചതാണ്. കാരണം വാട്ടർ മോളിക്യൂളിൻ്റെയൊക്കെ സ്ട്രക്ചർ കെമിക്കൽ ബോണ്ടിങ്ങിലും ചോദിക്കാം, ഈ ലെസണിലും ചോദിക്കാം. അപ്പോൾ ക്ലിയർ ആയല്ലോ അത്? നമുക്ക് എന്താണ് വാട്ടറിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് ക്ലിയർ ആയി. അപ്പോൾ ഇനി എന്താണ് അടുത്തത്? വാട്ടറിൻ്റെ തന്നെ ഒരു ക്രിസ്റ്റലൈൻ ഫോം ഉണ്ട്. എന്താണ് വാട്ടറിൻ്റെ ക്രിസ്റ്റലൈൻ ഫോം? ഐസ്. യെസ്, ദ ക്രിസ്റ്റലൈൻ ഫോം ഓഫ് വാട്ടർ ഇസ് ഐസ് ആണ്. അപ്പോൾ ഈ വെള്ളം ഫ്രീസ് ആകുമ്പോൾ വെൻ വാട്ടർ ഫ്രീസസ് ഇറ്റ് ഫോംസ് ഐസ്. ഈ ഐസിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ശരിക്കും 9 ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ, അതായത് ഐസിൻ്റെ തന്നെ 9 ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ ഫോംസ് കണ്ടിട്ടുണ്ട്. അതെന്താ അങ്ങനെ കാണുന്നത് അല്ലേ? അതെന്താ വെച്ചാൽ ഈ ഐസ്, വെള്ളത്തിൽ നിന്ന് ഐസ് ഫോം ചെയ്യുന്ന കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ദർ ആർ 9 ക്രിസ്റ്റലൈൻ ഫോംസ് ഓഫ് ഐസ്. അതായത് ഐസ് വെള്ളത്തിൽ നിന്ന് അത് ഐസ് ഉണ്ടാകുന്നത്, അതായത് ഫ്രീസിങ് പോയിൻറ്റും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും അങ്ങനെ കുറേ കാര്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് വരുമ്പം ദർ ആർ 9 ഡിഫറെൻറ്റ് ക്രിസ്റ്റലൈൻ ഫോംസ് ഓഫ് ഐസ്. ഇനി നോർമൽ ടെമ്പറേച്ചറിൽ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വാട്ടർ ഫ്രീസ് ചെയ്യുമ്പോൾ ദ സ്ട്രക്ചർ ഓഫ് ഐസ് ഇസ് നോർമൽ ഹെക്സഗണൽ ഷേപ്പിലാണ്. പക്ഷേ നമ്മളൊരു വെരി ലോ ടെമ്പറേച്ചറിലാണ് ഈ ഐസിനെ ഫ്രീസ് ചെയ്യണം, വാട്ടറിനെ ഫ്രീസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ക്യൂബിക് ഫോമിലാണ് ഐസിൻ്റെ സ്ട്രക്ചർ കിട്ടുക എന്നുള്ളത്. ഇതൊക്കെ ഒരു ജനറൽ കാര്യങ്ങളാണ്, ഇതൊന്നും ഓടിച്ച് പറയുന്നതേ ഉള്ളൂ. ടെക്സ്റ്റിലുള്ള കാര്യം ഇനിയൊന്നും മിസ്സായി നിങ്ങൾ പറയുന്നത്, അതുകൊണ്ടാണ് ടെക്സ്റ്റിലുള്ള ഓരോ പോയിൻറ്റ്സും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. നൗ വി ആർ മൂവിങ് വിത്ത് ദ സ്ട്രക്ചർ ഓഫ് ഐസ്. എന്താണ് ഐസിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്?
2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ ഓഫ് ഐസ്. ഐസ് ഹാസ് എ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ വിച്ച് ഈസ് ഹൈലി ഓർഡേർഡ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ഐസിന് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്, ഇറ്റ് ഈസ് ഹൈലി ഓർഡേർഡ് ആണ്. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇനി ഇറ്റ് ഹാസ് എ ഹെക്സഗണൽ ഫോം അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഐസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെക്സഗണൽ ഫോമും ആൻഡ് അറ്റ് ലോ പ്രഷർ ഇറ്റ് ഈസ് ഹാവിങ് എ ക്യൂബിക് ഫോം. ലോ ടെമ്പറേച്ചറിൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ക്യൂബിക് ഫോമാണ്. ഇനി ഈച്ച് ഓക്സിജൻ ആറ്റം ഹാസ് ടെട്രാഹീഡ്രൽ ജോമെട്രി. ഓരോ ഓക്സിജൻ ആറ്റത്തിന് ഒരു ടെട്രാഹീഡ്രൽ ജോമെട്രി ആൻഡ് ഈസ് സറൗണ്ടഡ് ബൈ 4 ഓക്സിജൻ ആറ്റം. ആ ഒരു ഒറ്റ ഓക്സിജൻ ആറ്റം ഇസ് സറൗണ്ടഡ് ബൈ 4 അതർ ഓക്സിജൻ ആറ്റം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 276 പൈക്കോമീറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഈച്ച് ഓക്സിജൻ ആറ്റം ഹാസ് എ ടെട്രാഹീഡ്രൽ ജോമെട്രി ആൻഡ് ഇസ് സറൗണ്ടഡ് ബൈ 4 ഓക്സിജൻ ആറ്റം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 276 പൈക്കോമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രക്ചറിൽ കാണാം, ഒരു ഓക്സിജന് ചുറ്റും 4 ഹൈഡ്രോജൻ ആറ്റത്തിനെ കാണാം അല്ലേ. ഔട്ട് ഓഫ് ദിസ് 4 ഹൈഡ്രോജൻ ആറ്റം, 2 ഹൈഡ്രോജൻ ആറ്റം ഇസ് റെപ്രസെൻറ്റഡ് ഇൻ ദ അബവ് diagram are covalent bond. 2 hydrogen atom covalent bond and 2 hydrogen atoms are in hydrogen bonding with the oxygen atom. അപ്പോൾ 4 ഹൈഡ്രോജൻ ആറ്റം ഉണ്ട്, അതിൽ 2 എണ്ണം കോവലന്റ് ബോണ്ടും 2 എണ്ണം ഹൈഡ്രോജൻ ബോണ്ടിങ്ങും ആണ്. ആൻഡ് ഈ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാം, ദ സ്ട്രക്ചർ ഓൾസോ കണ്ടെയ്ൻ വൈഡ് ഹോൾസ് ദാറ്റ് ക്യാൻ ഹോൾഡ് മോളിക്യൂൾസ് ഓഫ് അപ്രോപ്രിയേറ്റ് സൈറ്റ് ഇൻറ്റർസ്റ്റീഷ്യലി. കാരണം ഇവർക്ക് കുറേ ഹോൾസ് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ദീസ് ഹോൾസ് ക്യാൻ ഹോൾഡ് മോളിക്യൂൾസ് ഓഫ് അപ്രോപ്രിയേറ്റ് സൈസ് ഇൻറ്റർസ്റ്റീഷ്യലി. അപ്പോൾ ഇത്രയാണ് ഐസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഐസിൻ്റെ സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ. അപ്പം ഇനി വെൻ വാട്ടർ ഫ്രീസസ് ഓർ വെൻ ഐസ് ഈസ് ഫോം ഫ്രം ദി വാട്ടർ, ഐസ് വെള്ളത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ, അതായത് ഇവരെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ ചെറിയ ചെറിയ ഗ്യാപ്സ് വരും. ഇൻ ദിസ് ക്രിസ്റ്റലൈൻ ഫോം ഓഫ് ഐസ് ദർ വിൽ ബി സം ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു എയർ ഗ്യാപ്പ് ഇസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഈ എയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഈ ഐസിൻ്റെ ഡെൻസിറ്റി കുറയും. ഐസിൻ്റെ ഡെൻസിറ്റി കുറയും. എന്താണ്? വെൻ ഐസ് ക്രിസ്റ്റലൈസസ് ഫ്രം വാട്ടർ ദർ വിൽ ബി സം എയർ ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ ദ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അവരുടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ ചെറിയ ചെറിയ എയറിൻ്റെ ഗ്യാപ്പുകളുണ്ട്. നമ്മൾ ഈ സ്പോഞ്ചിലൊക്കെ കാണുന്നില്ല ഈ ചെറിയ ചെറിയ ഓട്ടകൾ, അതെന്താ? ചെറിയ ചെറിയ എയർ കാണുന്ന പോലെ തന്നെ. അതേപോലെ ദർ വിൽ ബി സം എയർ ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ ദ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഓഫ് ഐസ്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ദ ഐസ് ഇസ് ഹാവിങ് ഡെൻസിറ്റി ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. അതുകൊണ്ടാണ് ഐസ് വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു റീസൺ. എന്താണ്? ഐസ് വെള്ളത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന സമയത്ത് അവരുടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ ചെറിയ എയർ ഗ്യാപ്സ് ഫോം ചെയ്യുന്നുണ്ട്. ദിസ് റെഡ്യൂസസ് ദ ഡെൻസിറ്റി ഓഫ് ദി ഐസ്. ഐസിൻ്റെ ഡെൻസിറ്റി കുറയ്ക്കും ആൻഡ് ദ ബൈ ഐസ് ഫ്ലോട്ട്സ് ഓൺ ദി വാട്ടർ. ഇതൊരു റീസൺ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത്ര ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അടുത്തത് നമ്മൾ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറാണ്. വാട്ടറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ശ്രദ്ധിച്ചോളൂ. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത റിയാക്ഷൻസ് ആണ്, പക്ഷെ അത് ഞാൻ പലതൊന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. വാട്ട് ആർ ദ ജനറൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ? ഓൾറെഡി വി ദീസ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് വി ഹാവ് ലേൺ. സോ ദ ഫസ്റ്റ് വൺ ഇസ് ആംഫോട്ടറിക് നേച്ചർ ഓഫ് വാട്ടർ. ഇതന്നെ നമ്മൾ ആസിഡ് ബേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ് വാട്ടർ എന്ന് പറയുന്നത്? നമുക്കൊരു പറയാം, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റ് എന്നതാണ് സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ അണ്ടർഗോ ഡിസോസിയേഷൻ അല്ലേ. ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയാറുണ്ട്. അപ്പം ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ ലെസ് ടെൻഡൻസി ടു ഡൊണേറ്റ് H+ or it undergo dissociation to form H+ and OH- ion. That is, water has a less tendency to dissociate to H+ and OH- ion. This is the reason why pure water is considered as a non-conductor of electricity. അതായത് പ്യൂർ വാട്ടർ എപ്പോഴും ഇലക്ട്രിസിറ്റി ഒരു നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് എ ലെസ് ടെൻഡൻസി ടു അണ്ടർഗോ ഡിസോസിയേഷൻ. അപ്പം ഈ വെള്ളത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത് അല്ലേ. ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ആസിഡ് ആൻഡ് എ ബേസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് വിച്ച് ഗെറ്റ് ഡിസോൾവ് ഇൻ ഇറ്റ്. അതിൽ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അതിന് ആസിഡായിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇറ്റ് ഇസ് ജനറലി കോൾഡ് ആസ് ആംഫോട്ടറിക് nature. They are having an amphoteric nature. That means they can act as an acid depending upon the nature of the substance which get dissolved, and they can act as a base which depending upon the substance which get dissolved. So water when dissolved or ammonia when dissolved in water, here the water will act as an ആസിഡ്. ഇവിടെ എന്ത് ചെയ്യും? വാട്ടർ ഒരു ആസിഡായിട്ട് ആക്ട് ചെയ്യും അക്കോർഡിംഗ് ടു അവർ ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ്. ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റിൽ പോലെയാണ് ഇവിടെ ആസിഡിൻ്റെയും ബേസിൻ്റെയും നേച്ചർ നമ്മൾ വാട്ടറിൻ്റെ ആസിഡിക് ആൻഡ് ബേസിക് നേച്ചർ പറഞ്ഞത്. ഹിയർ ദ വാട്ടർ ഡൊണേറ്റ്സ് ഇറ്റ്സ് H+ ion and thereby it acts as an acid. When H2S is dissolved in water, then what happens? It will accept
one H plus ion and thereby it get converted into H3O plus and thereby here it act as a base. അപ്പോൾ ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് പ്രകാരം നമുക്ക് വാട്ടറിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെയാണ് പറയുന്നത്. വാട്ടർ വെൻ ഇറ്റ് റിയാക്റ്റഡ് വിത്ത് അമോണിയ ഇറ്റ് ആക്സെപ്റ്റ്സ് വൺ ഓർ ഇറ്റ് ഡൊണേറ്റ്സ് ഇറ്റ്സ് H plus ion and thereby it act as a acid, and in the case of H2S it will accept one proton and thereby it act as a base. അപ്പം ആസിഡും ബേസും ക്യാരക്ടർ ഓഫ് വാട്ടർ എവിടെ ഡിപ്പെൻഡ് ചെയ്യും? അതിൽ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് റിഡോക്സ് റിയാക്ഷൻ ഇൻവോൾവിങ് വാട്ടർ. അപ്പം നമ്മൾ ചിലപ്പോൾ പറയില്ലേ ദിസ് ഇസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്, ദിസ് ഇസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ വാട്ടർ ഇസ് വെദർ എ റെഡ്യൂസിങ് ഏജൻറ്റ് ഓർ എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഇതും തന്നെ water can act as both as an oxidizing agent and as a reducing agent. Water can act as both as an oxidizing agent and a reducing agent. അപ്പം ഞാനിത് ഓൾറെഡി എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഒരു ഏജൻറ്റ് എന്ന് പറഞ്ഞ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ അല്ലേ, ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ഓക്സിഡൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് എന്തിൽ അണ്ടർഗോ ചെയ്യുന്നത്? വാട്ടർ അണ്ടർഗോ റിഡക്ഷൻ. ഇനി ഇറ്റ് ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ അത് ഹെൽപ്പ് ചെയ്യും. റിഡക്ഷൻ അത് ഹെൽപ്പ് ചെയ്യുമ്പം അത് തന്നെ എന്തായിട്ടാണ് മാറുന്നത്? ഇറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ. സോ വാട്ടർ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ഓർ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ബോത്ത് ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. Water can easily reduce. So here it is acting as an oxidizing agent. Water can easily reduced to hydrogen by highly electropositive metal. When water is reacted with highly electropositive metal, it undergo reduction or it acts as an oxidizing agent. That is, water react with sodium to produce sodium hydroxide and hydrogen. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈഹൈഡ്രജൻ്റെ പഠിക്കുന്ന സമയത്ത്. ഹിയർ എന്ത് സംഭവിക്കുന്നത്? വാട്ടർ അണ്ടർഗോ reduction to form and it undergo reduce to and it is converted into hydrogen. That is reduction nadannu ivide water. So it is acting as an oxidizing agent here. Now water is oxidized to O2. Water oxidize cheyana, adayathu oxidation nadakka. Here it is acting as a reducing agent. So water is oxidized to O2 during photosynthesis. Adayathu namakku photosynthesis nu enna process ariyalo alle. That is, a plant prepare their food in the presence of sunlight, water, carbon dioxide ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് വാട്ടർ അവിടെ എന്തായിട്ടാണ് മാറുന്നത്? ഓക്സിഡൈസ് ടു ഓക്സിജൻ. ദാറ്റ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ വാട്ടർ ഇസ് ഓക്സിഡൈസ് ടു O2. ഞാനിവിടെ ആദ്യം CO2 എന്ന് എഴുതേണ്ടത് ബൈ മിസ്റ്റേക്കാണ്. ഇത് O2. ദാറ്റ് ഇസ് വാട്ടർ ഓക്സിഡൈസ്ഡ് ഓർ വാട്ടർ ഇസ് ഓക്സിഡൈസ്ഡ് ടു O2 ഡ്യൂറിങ് ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് കാർബൺ ഡയോക്സൈഡും വാട്ടറും നമുക്കറിയാം ദ പ്രോസസ്. അതിൽ ഷുഗർ, വാട്ടർ ആൻഡ് ഓക്സിജൻ ഇസ് ലിബറേറ്റഡ്. ഇനി ഫ്ലൂറിൻ, അതായത് ഫ്ലൂറിൻ്റെ കൂടെ ഇത് റിയാക്ട് ചെയ്യുമ്പോഴും വാട്ടർ ഇസ് ഓക്സിഡൈസ്ഡ് ടു O2. വാട്ടർ ഓക്സിജനായിട്ട് ലിബറേറ്റ് ചെയ്യുന്നുണ്ട് ഓർ വാട്ടർ ഇസ് ഓക്സിഡൈസ്ഡ് ടു O2. അപ്പോൾ ഇതാണ് രണ്ട് ജനറൽ ക്യാരക്ടറിസ്റ്റിക്. ഇനി അടുത്ത് പഠിക്കുന്നത് നോക്കിക്കോളൂ. So the next reaction is hydrolytic reaction. Hydrolytic reaction എന്ന് പറഞ്ഞാൽ എന്താ? That is the breakdown of a chemical substance with water. ഒരു വാട്ടർ വെച്ചിട്ട് ചില കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് ഹൈഡ്രോളിറ്റിക് അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. സോ ഹൈഡ്രോളിറ്റിക് റിയാക്ഷൻ, ദാറ്റ് ഈസ് വാട്ടർ ഹൈഡ്രോളൈസ് മെനി. വാട്ടറിനെ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും എന്തിനെ? മെനി ഓക്സൈഡ്സിനെ, ഹൈഡ്രൈഡ്സിനെ, കാർബൈഡ്സിനെ, നൈട്രൈഡ്സിനെ, ഫോസ്ഫൈഡ്സിനെ, മെനി സോൾസിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. NaCl പ്ലസ് വാട്ടർ ഗീവ്സ് NaOH പ്ലസ് H2 ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ? അതേപോലെ അതേ റിയാക്ഷൻസ് തന്നെയാണ് പറയുന്നത്. അപ്പം ഈ വാട്ടറിന് എന്താ പറ്റും? ഇറ്റ് ക്യാൻ ഹൈഡ്രോളൈസ് മെനി ഓക്സൈഡ്സ്, ഹൈഡ്രൈഡ്സ്, കാർബൈഡ്സ്, നൈട്രൈഡ്സ്, ഫോസ്ഫൈഡ്സ് ആൻഡ് മെനി അതർ സോൾട്സ്. It dissolves many ionic compounds. അതിന് മെനി അയോണിക് കോമ്പൗണ്ട്സിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു NaCl പ്ലസ് H2 ഗീവ്സ് NaOH പ്ലസ് H2 എന്നൊക്കെ പറഞ്ഞത്. പിന്നെ certain covalent compounds are also dissolved by this water. വാട്ടറിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചില കോവലന്റ് കോമ്പൗണ്ട്സിനെയും ഡിസോൾവ്, അതായത് അയണിക് കോമ്പൗണ്ട്സ് മാത്രമല്ല സം കോവലന്റ് കോമ്പൗണ്ട്സ് ക്യാൻ ഓൾസോ ബി ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഇനി എങ്ങനെയാണ് ഈ കോമ്പൗണ്ട്സിന് ഇത് ഹൈഡ്രോളൈസ് ചെയ്യുന്നത് വെച്ചാൽ ദി H പ്ലസ് ആൻഡ് OH മൈനസ് അയോൺ ഓഫ് ദി വാട്ടർ ഇൻറ്ററാക്ട് വിത്ത് ദ കാറ്റയോൺ ആൻഡ് ആനയോൺ ഓഫ് ദി കോമ്പൗണ്ട്. കാറ്റയോണും ആനയോൺ, ആ കോമ്പൗണ്ടിലെ കാറ്റയോണും ആനയോണുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് കോമ്പൗണ്ട് ഇസ് ഫോം ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് ആസിഡ് ഓർ ബേസ്. അതായത് ഈ അയണിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ചില കോമ്പൗണ്ട്സുമായിട്ട് റിയാക്ട് ചെയ്യേണ്ട സമയത്ത് ഇത് H പ്ലസും OH മൈനസും ആണല്ലോ വെള്ളത്തിലുള്ളത്. അത് ഇതിലെ കാറ്റയോൺസും ആനയോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ട്? ഒരു ആസിഡ് ഒരു ബേസോ ഉണ്ടാക്കുന്നുണ്ട്. നോക്കി നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കാൽഷ്യം ഓക്സൈഡ്
It's an oxide form. Calcium oxide വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് പ്രൊഡ്യൂസിങ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അതെന്താണ്? ബേസല്ലേ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇനി SO2 plus water, sulfur dioxide, oxides of sulfur, when reacted with water it is producing sulfurous acid, H2SO3, acid produce ചെയ്തോ. ഇനി P4O10, that is oxide of phosphorus, when react with water it is producing phosphoric acid. Clear ആയോ? So water undergo hydrolytic reaction. Hydrolytic reaction എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. So it can hydrolyze hydrides, oxides, then carbides, nitrites, phosphites and many salts. It can dissolve many ionic compound, it can dissolve certain covalent compound. How this hydrolyzing is reacting is taking place means the H plus and OH minus ion of the water interact with the cation and anion of the compound and thereby it is producing or forming an acid or a base. For example, ഇത്ര എഴുതിയാൽ മതി. ക്ലിയർ ആയോ? ഞാനിങ്ങനെ പോയിൻ്റാക്കി എഴുതുന്നത് വെച്ചാൽ കുറച്ച് പേര് എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഴ്സണലി വന്ന് വന്നല്ലേ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ബോർഡിലോ അല്ല എങ്ങനെയെങ്കിലും പോയിൻറ്റ്സ് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി കാണിക്കുന്നില്ല. ഞാൻ അതൊന്നും എഴുതാറില്ല, ഞാൻ ഒറ്റ എക്സ്പ്ലനേഷനേ തരാറുണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ റിക്വസ്റ്റിനനുസരിച്ചിട്ടാണ് ഞാനിങ്ങനെ പോയിൻറ്റ്സ് എഴുതുന്നത്. അപ്പം നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്തൊക്കെ വെക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണവർക്ക് അതും ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി. So the last chemical properties, that is hydrate formation. Hydrate formation, അതായത് വെള്ളം ഏതോ കോമ്പൗണ്ടിൽ ഫോം ചെയ്ത് നിൽക്കുക, അതിനെയാണ് ഹൈഡ്രേറ്റ് ആയിട്ട് ഫോം ചെയ്ത് നിൽക്കുക. Many ionic compounds, കുറേ ionic compounds crystallizes from water with one or more molecules of water associated with them. അതായത് ചില ionic compounds വെള്ളത്തിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ 2 or 3 molecules of water will be associated along with that. അതായത് അതിൻ്റെ കൂടെ 1 or 2 or 3 or molecules will be associated, അവരെ കൂടെ തന്നെ ഇങ്ങോട്ട് പോരും. അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ബേരിയം ക്ലോറൈഡ്, BaCl2 2H2, നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാവും നമ്മൾ പഠിക്കുമ്പോൾ അല്ലേ. കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ് 2H2 അല്ലെങ്കിൽ 5H2 അങ്ങനെ കാണാറില്ലേ. കോപ്പർ സൾഫേറ്റ് 5H2, FeSO4.7H2, ഒരു കുത്തിട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ എഴുതുക. അതിൻ്റെ അർത്ഥം എന്താ? ദീസ് വാട്ടർ മോളിക്യൂൾസ്, അതായത് ഇത് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആ അയണിക് കോമ്പൗണ്ട് കൂടെ അത് അസോസിയേറ്റ് ചെയ്ത് പോന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിന് ദിസ് വാട്ടർ ഇൻ കോമ്പിനേഷൻ വിത്ത് അയണിക് സോൾട്ട്സ് ഇസ് കോൾഡ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആൻഡ് സച്ച് ക്രിസ്റ്റൽസ് ആർ കോൾഡ് ആസ് hydrated salt hydrates or hydrates. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. അതായത് ചില അയണിക് കോമ്പൗണ്ട്സ് when crystallizes from water, water molecule will be associated with them and such crystalline structures are called as hydrated salt hydrates or hydrates എന്ന് പറയും. ആൻഡ് ആ വെള്ളത്തിന് നമ്മൾ പറയും വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഹൈഡ്രേറ്റ്സിൻ്റെ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഹൈഡ്രജൻ ഈ വാട്ടർ എങ്ങനെയാണ് അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 3 ടൈപ്പ്. ദാറ്റ് ഈസ് കോർഡിനേറ്റഡ് വാട്ടർ. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോർഡിനേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂള് ഈ ഒരു ചില കോമ്പൗണ്ട്സിൻ്റെ കൂടെ കോർഡിനേറ്റഡ് ആയിട്ടും കൂടി പോരും. അതായത് അതിൽ സെൻട്രൽ മെറ്റൽ അയണുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇരിക്കും എന്നുള്ളതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലും ഇല്ല. കോർഡിനേറ്റഡ് വാട്ടർ, ദാറ്റ് ഈസ് എക്സാമ്പിൾ FeOH2 6 times 3+ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് പുറത്താണ് Cl-. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ +2 നമ്മൾ പഠിക്കും. ദെൻ ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടർ, അതായത് ചില ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ ദ വാട്ടർ മോളിക്യൂൾ വിൽ ബി എങ്ങനെയായിരിക്കും? ഹൈഡ്രജൻ ബോണ്ട് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് വാട്ടർ മോളിക്യൂൾ ലിങ്ക് ടു ഓക്സിജൻ കണ്ടെയ്നിങ് ആനയോൺസ് ബൈ ഹൈഡ്രജൻ ആറ്റം. അതായത് ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആനയോൺസുമായിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ കോപ്പർ സൾഫേറ്റ് 5H2O അല്ലേ. കോപ്പർ സൾഫേറ്റിൻ്റെ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ കോപ്പർ സൾഫേറ്റ് .5H2 എഴുതും. ഇതിലെ 4 molecules ഓഫ് വാട്ടർ ഇവരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് the 5th molecule of water is forming a hydrogen bond with the sulfate anion. ഈ സൾഫേറ്റ് ആനയോണുമായിട്ട് ഈ വാട്ടർ മോളിക്യൂൾ അതായത് 4 എണ്ണം കഴിഞ്ഞിട്ട് ഒരൊറ്റ വാട്ടർ മോളിക്യൂൾ വിൽ ബി ഫോമിങ് എ ഹൈഡ്രജൻ ബോണ്ടിങ്. പിന്നെ അടുത്തത് ചില കേസിൽ നമ്മൾ പറയും ഇൻറ്റർസ്റ്റീഷ്യൽ വാട്ടർ, അതായത് ചില ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഫോം ചെയ്യണ സമയത്ത് അവർ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്, ഞാൻ വല്ല ക്രിസ്റ്റൽസിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഗ്യാപ്പിനായി നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് അല്ലെങ്കിൽ വോയിഡ്സ് എന്നൊക്കെ പറയും. അവിടെ കയറി വാട്ടർ മോളിക്യൂൾ നിൽക്കും. ഫോർ എക്സാമ്പിൾ ബേരിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പം അതിൻ്റെ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിലാണ് ഈ വാട്ടർ മോളിക്യൂൾ കയറി നിൽക്കുന്നത്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ how the water molecule associated with the molecule, it can be classified, or the hydrates can be classified into coordinated water, hydrogen bonded water and interstitial water. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബാക്ക് തന്നെ കാണാം. ഈ കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റിൽ കാണുന്നുണ്ട്.
വാട്ടറിൻ്റെ എക്സസൈസിൽ ഇത് തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ കോപ്പർ സൾഫേറ്റ് 5H2 4 molecules of water is associated with copper sulfate and the fifth molecule or the one molecule is associated with the hydrogen bonding with the sulfate anion. അപ്പോൾ ഇത്രയുമാണ് ഹൈഡ്രജൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, വാട്ടറിൻ്റെ ഹൈഡ്രജൻ ഇല്ല വാട്ടറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു, പിന്നെ വാട്ടറിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, ഐസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഫസ്റ്റ് വൺ അഫോട്ടറിക് നേച്ചർ എന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവരുടെ റിയാക്ഷൻ ദേ ക്യാൻ അണ്ടർഗോ ബോത്ത് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു. പിന്നെ തേർഡ് വൺ ഹൈഡ്രോളിസിസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഹൈഡ്രേറ്റ് ഫോർമേഷൻ. അപ്പോൾ ഇത്രയാണ് വാട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇത് വാട്ടറിൻ്റെ ജനറൽ ക്യാരക്ടർ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും പെർമനൻറ്റ് ഹാർഡ്നെസ്, ടെമ്പററി ഹാർഡ്നെസ്, ഇതൊക്കെ സിമ്പിളാണ്, പക്ഷേ നന്നായി ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാകാത്ത കാര്യം കമൻസിൽ ഇട്ടോളൂ. ഇനിയും ഡൗട്ടുള്ളവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെയിൽ അയക്കാം easychemistryclass@gmail.com. അല്ലാതെ നമുക്ക് ഫേസ്ബുക്കിലെ പേജ് ഉണ്ട്, ഇൻസ്റ്റാലെ പേജ് ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾ മെസ്സഞ്ചറിൽ ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ ഞാനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു.